ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് കാർഡ്ബോർഡ് പീസിൽ ചെയ്യാം. പിന്നീട് നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് വേണ്ടത്. അത് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമ്മളിതിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ വൈൻ ഗ്ലാസ് പോലെയാണ് വരച്ചെടുക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. ഇത് വരച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കാർഡ്ബോർഡ് പീസിലേക്ക് വെച്ച് വരച്ചു കൊടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് കാർഡ്ബോർഡ് പീസിലേക്ക് വെച്ച് വരച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിത് കാർഡ്ബോർഡ് പീസിൽ വെച്ച് വരച്ചു കൊടുത്തതിന് ശേഷം അതും കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. ഇപ്പം നമ്മൾ കാർഡ്ബോർഡ് പീസിലേക്ക് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതും കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ ഇവിടെയെല്ലാം മാസ്കിംഗ് ടാപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്കിതിൽ പെയിൻറ് ചെയ്തെടുക്കണം. ആദ്യം നമ്മളിതിൻ്റെ മുകളിലുള്ള ഈ തൊപ്പിയുടെ ഭാഗത്താണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ സ്നോമാൻ തീമിലാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാർഡ്ബോർഡ് പീസിൽ വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തൊപ്പിയിൽ നമ്മൾ ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ താഴെ വൈറ്റ് കളർ പെയിൻറ് കൊടുത്തെടുക്കണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വൈറ്റ് കളർ പെയിൻറ്റും നമ്മൾ മുഴുവനായും കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തൊപ്പിയുടെ മുകളിലും താഴെയായിട്ട് വൈറ്റ് കളർ പെയിൻറ് കൊണ്ട് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ വേറെയും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ നമ്മൾ തൊപ്പിയിൽ ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അതിൻ്റെ കണ്ണുകളാണ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ണുകളിൽ നമ്മൾ വൈറ്റ് കളർ ഡോട്ടും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ മൂക്കും വായയും കൂടെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. കാർഡ്ബോർഡ് പീസിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന സാറ്റൻ റിബൺ ഇതുപോലെ നമ്മൾ അതിൻ്റെ തൊപ്പിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സാറ്റൻ റിബൺ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. പിന്നീട് നമ്മളിവിടെ വൈറ്റ് കളർ വുളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള സാറ്റൻ റിബണിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതും കൂടെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് 3 ഇലകൾ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുത്തു. അതിൻ്റെ നടുക്കായിട്ട് തെർമോകോൾ ബാൾസും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ സാറ്റൻ റിബണിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബോ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഗോൾഡൻ കളർ തെർമോകോൾ ബാൾസും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ കാർഡ്ബോർഡ് പീസിൽ വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.